അനാവശ്യം കഴിക്കട്ടെ. കുറെ അനാവശ്യം പറയുന്നുണ്ടോ? അനാവശ്യം തന്നെ പറയും. അനാവശ്യം തന്നെ അങ്ങനെ കഥയുണ്ടാക്കല്ല. സ്വാമി കമ്പി വഴിക്കുണ്ട്. സ്വാമി കമ്പി വഴിക്കും. എന്റെ കാലെടുത്തോണ്ട് പോകത്തേ ഉള്ളൂ. കമ്പി വഴിക്ക് സ്വാമി ഇങ്ങോട്ട് വരാൻ. ഇന്നാരെ ഇവിടെ കമ്പി വടി എടുത്തോണ്ട് വരാൻ സ്വാമി തുണിയൊക്കെ. ആ 323 നമ്പർ സെന്റിച്ച് വരുന്നെങ്കിൽ അവിടെ മണി അടിച്ചിട്ട് പോയാൽ മതി. അല്ല ഇവിടെ കമ്പി വടി അടിവാടിക്കാൻ വന്നുള്ള കഥയൊന്നും ഇതൊന്നും ഉണ്ടാക്കണ്ട. കഥ ഉണ്ടാക്കിയ കേട്ടിട്ടാ പറയുന്നത്. ഉമ്മാണ് പറയുന്നത്. സുബ്രഹ്മണ്യന്റെ കഥ കേട്ടാ പറയുന്നത്. സുബ്രഹ്മണ്യനെ ആരാ കഥ ഉണ്ടാക്കാൻ? കഥയൊക്കെ വല്ല വേറെ ഒരിടത്ത് പോയി ഉണ്ടാക്കിയാൽ മതി. സുബ്രഹ്മണ്യന്റെ കഥകൾ. എന്റെ കഥകൾ കുറെ ഉണ്ട്. അവനിങ്ങനെ ഏൽപ്പിച്ചിരിക്കുക കഥകളൊന്ന് പിടിച്ചു പോകാൻ. കുറെ എന്നിട്ട് പറയുന്നത് അയ്യോ ഞങ്ങളവനെയൊന്ന് വാൺ ചെയ്ത് മറ്റേതാന്നാ പറയുന്നത്. വാൺ ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്ന പറയുന്നത്. എന്നിട്ട് പിന്നെ വിശ്വസിക്കുക. ഇതിനെ കൊണ്ട് ഓരോന്ന് കഥ പറയിപ്പിക്കുന്നത് കള്ളും കഞ്ചാവും എല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടം പോലെ കഥ പറയിക്കുക. എന്റെ അതുപോലെ കള്ളു കുടിക്കുക. 5-6 തവണയെങ്കിലും പോയി നല്ല ശരിക്കും അടിച്ചുകൊണ്ട് വരുന്നത്. ആർക്ക് കുഴയുന്ന രീതിയിലായിരുന്നു അടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുന്നത്. പണി തോന്നിയാസം തന്നെയാ പറയുന്നത്. എന്തെല്ലാം തോന്നിയാസം പണി തോന്നിയാസം പറയുന്നത് എന്റെ ഇരിപ്പുണ്ട്. മോളെ ആര് കൊടുത്തു ഈ കൈ മോളെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ഇവരൊന്നും മോളെ എന്ന് വിളിക്കാം. ആരാമേ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ നമ്മുടെ മോളെ എന്ന് വിളിക്കാന്? നമുക്ക് വിളിക്കാൻ അവകാശമില്ല. ഇവരൊന്നും നമ്മളെ തെളിവിക്കാവുന്ന കുറെ സംബന്ധം ഉണ്ടാക്കാൻ നടക്കുന്ന കുറെ സംബന്ധം. എനിക്ക് ആരാ എന്റെ അച്ഛൻ ചത്ത് കിടന്നപ്പം എന്റെ അച്ഛന്റെ മുഖം പോലും കാണാൻ കയറാത്തവന്മാരാ പ്രധാനമന്ത്രിയിലുള്ളവന്മാര്. എന്നിട്ട് ഇതൊക്കെ ആരാ നമ്മളെ എന്റെ അച്ഛന്റെ മുഖം കാണാത്തവന്മാരാ ഇതൊക്കെ നമ്മളെ ഭരിക്കാൻ വരുന്നത്. ഇതൊക്കെ ആരാ ഇതിനൊക്കെ? എന്റെ അച്ഛനെ 3 വയസ്സ് മുഴുവനിക്കകത്ത് പീഡിപ്പിച്ച് കൊന്നവന്മാര് ഭരിക്കാൻ വരുന്ന ഇവന്മാര് നമ്മളെ പീഡിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നു. പിന്നെ പീഡിപ്പിച്ച് കൊല്ലാൻ നോക്കുന്ന ഇവന്മാര് പിന്നെ പ്രധാനമന്ത്രിയെ പറയുന്നവന്മാര് എന്റെ അച്ഛനെ 3 വർഷത്ത് മുഴുവനിക്കകത്ത് പീഡിപ്പിച്ച് കൊന്നിട്ട് പിന്നെ നടക്കുകയായിപ്പോ. എന്റെ അച്ഛന്റെ മുഖം കാണാൻ കയറിയ ഇവന്മാര് മുഴുവനിക്കകത്ത് പീഡിപ്പിച്ച് കൊന്നിട്ട് നടക്കുക പറയണം. അതാ അല്ല ചത്തപ്പോ അവസാനത്തെ പിഴല്ലയോ അതുപോലും കാണാൻ കയറാത്തവരാണ് സോമരാജനും പ്രധാനമന്ത്രി സോമരാജനും ഇവരൊക്കെ ആരോ നമ്മളെ ഭരിക്കാൻ വരാന്. ഇവരുമായിട്ട് നോക്കണ്ടോ ബന്ധം? എന്റെ അച്ഛനുള്ള ബന്ധം പോയി. ഇവരൊക്കെ ആരോ നമ്മളത് ഇല്ലയോ ഭരിക്കാൻ വരുന്നില്ലയോ? എന്റെ ഇരിക്കൊണ്ട് ഭരിക്കാൻ വരുന്ന സോമരാജൻ ഭരിക്കാൻ വരുന്ന ഞങ്ങളെ കുറിച്ച് കഥ ഉണ്ടാക്കുന്നു. എന്താ കഥ ഉണ്ടാക്കുക? സിജി സുബ്രഹ്മണ്യൻ ഇവിടെ കയറ്റി വെച്ച എന്റെ ഭർത്താവായിരുന്നു പറഞ്ഞതായിരുന്നു. എന്റെ ഭർത്താവായിരുന്നു അവൻ സിജി സുബ്രഹ്മണ്യൻ. അവനെ ഇവിടെ കയറ്റി വെച്ചിട്ടില്ല സിജി സുബ്രഹ്മണ്യനൊന്നും. കഥയുണ്ടാക്കും ഞങ്ങളെ കുറിച്ച് ദിവസം കുറെ ആളുകളെ കഥ. എന്താ കഥയാ? കഥ പറയുന്നതല്ല എന്റെ ഇരിപ്പുണ്ട്. ചുമ്മാല്ല പറയുന്നത്. സുബ്രഹ്മണ്യന്റെ കഥ പറച്ചിലും എല്ലാം ഇരിപ്പുണ്ട്. സുബ്രഹ്മണ്യൻ ദിവസം കഥ ഉണ്ടാക്കും. ഇവന് ആരെ കഥ ഉണ്ടാക്കാൻ ഞങ്ങളെ കുറിച്ച്? കഥ ഉണ്ടാക്കാൻ
വാങ്ങിച്ച് ഇനി വരതോ അല്ലാതെ കല്ല് വാങ്ങിച്ച് നിന്നെ കൊണ്ട് തല്ലിപ്പിക്കാൻ തല്ലിപ്പിക്കാം ഭീഷണിന്ന് അല്ല ഭീഷണി കുറെ ആണുങ്ങളെ വെച്ച് വരുത്തി അവിടെ എവിടെ വെച്ചോണ്ട് കഥകളുണ്ടാക്കിയിട്ട് ഭീഷണിപ്പെടുന്നോ ആണുങ്ങളെ വെച്ച് വരുത്തി അവിടെ എവിടെ വെച്ചോണ്ട് വലിയ ചൈനാവന്മാരിലൊക്കെ കെട്ടിപ്പൊക്കി അതിനകത്ത് ആണുങ്ങളെ വെച്ചോണ്ട് ഞങ്ങളുടെ പേര് പറയുന്നു അതിനകത്ത് ആണുങ്ങളെ വെച്ചോണ്ട് ഞങ്ങളുടെ പേര് പറയുന്നു എന്തൊരു കല്ല് വേണം അതിന്റെ ആണുങ്ങളെ വിളിച്ച് അതിനകത്ത് പേര് വെച്ചോണ്ട് ഞങ്ങളുടെ പേര് പറയുന്നു തോന്നിയാ കണ്ടുള്ളൂ പെണ്ണ പേരില് കുറെ കഥകളുണ്ടാക്കല് എന്താ പറയുന്നത് കഥകള് കുറെ കഥയുണ്ടാക്കി ചെയ്യുന്നു കുറെ പപ്പന്റെ കൂടെ പോകാനിരിക്കല്ലേ പപ്പന് ആരാ എങ്ങാണ്ട് കേട്ടവൻ പിന്നെ ആരാ നിങ്ങളുടെ വീട്ടിലെ പപ്പനെ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പപ്പനെ ഒന്നും കേട്ടേക്കേണ്ട കാര്യമില്ല പഠിച്ചു വരാനുള്ള യോഗ്യതയാണ് പത്മജൻ പോലും പത്മജൻ പല്ലും പോലും പിന്നെ ആരാ ഈ വിലക്ക് വന്നാലും എനിക്കൊന്നും അറിയണ്ടായോ പല്ലുന്നത് എനിക്കൊന്നും അറിയണ്ടായോ പല്ലുന്ന ആരാണ് പല്ലിലവൻ കല്ലേറിയുന്നോണ്ട് കല്ലും പോലും ആരായി പത്മജൻ പത്മജനൊന്നും ഞാൻ പത്മജന്റെ തന്തയും ഞങ്ങൾ എന്റെ അച്ഛനും കയറ്റി വെച്ചിട്ടില്ല ഞങ്ങൾ കയറ്റിട്ടില്ല പത്മജന്റെ തന്തയെ മുതല് പത്മജനെ ഒന്നും ഇവിടെ കയറ്റി വെക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല പത്മജനെ കുമ്മജനെയൊന്നും എന്താ മൂണ്ടായിട്ട് ഓരോരുത്തർ മൂണ്ടായിട്ട് വന്നത് മറ്റുള്ള രീതിയിലുണ്ടാ ഇവന്മാര് പറയുന്നവരാണോ നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഇവ നിന്റെ വീട്ടിലെ കാര്യം നോക്ക് കണ്ട പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ എങ്ങോട്ടൊക്കെ നോക്കണ്ട പത്മജൻ പോലും പത്മജൻ ആരാ ആ ഫോണിൽ വിളിച്ചിട്ട് നിൽക്കാണ് ഫോണിൽ വിളിച്ച് അവന്റെ ഫോൺ നോക്കിയാൽ അറിയാം എന്തോ പാലാക്കി കുറെ കഥയൊക്കെ ഉണ്ടാക്കി കഥയൊന്നും അറിയാതെയൊന്നും എന്റെ കഥയൊന്നും ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട ഇങ്ങോട്ട് കയറുന്നുള്ള അവന്റെ കഥയൊക്കെ നോക്കിയാൽ ഇങ്ങോട്ട് അവന്റെ കഥയൊന്നും പത്മജനൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു കയറ്റില്ല പത്മജന് പണ്ടേ പോലും ഞങ്ങൾ ആരും വിളിച്ചു കയറ്റില്ല ഇല്ലല്ലോ എന്റെ അച്ഛൻ കൊണ്ട് വന്നില്ല പത്മജന്റെ പണ്ടേയൊന്നും ആ നാട്ടുകാർക്കെല്ലാം അറിയാം പത്മജനൊന്നും ഞങ്ങൾക്ക് കൊണ്ട് നടക്കണ്ട പത്മജൻ പോലും കളറുണ്ടാക്കുന്നത് പെണ്ണുങ്ങളെ കുറെ ആണുങ്ങളെ ജോലിയില്ലാത്ത കുറെ ആണുങ്ങളായിട്ട് ഇരിക്കുക ജോലിയിലെ കുറെ ആണുങ്ങൾ അവിടെ കയറ്റി വെച്ച് എല്ലാം മറച്ചു വെച്ച് അങ്ങോട്ട് കയറ്റി കുറെ ആണുങ്ങളെ കൂട്ടറിനകത്ത് ആയിരം കൂട്ടറിനകത്ത് വന്ന ആണുങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ആയിരം കൂട്ടറിനകത്ത് വലിയ ചൈനാവന്മാരിലൊക്കെ പഞ്ഞു വെച്ച് അതിനകത്ത് ഇരിക്കുക ആണുങ്ങൾ നമ്മളതിനെന്താ വേണം നിങ്ങൾക്ക് ജീവിക്കണ്ട എന്തായാലും കുറെ ഉലകത്തിൽ കുറെ കൂട്ടായി അതൊക്കെ ജീവിക്കാവും ചീത്ത പറയുന്നവർക്ക് ജീവിക്കാവും ഞങ്ങൾക്ക് മാത്രം ജീവിക്കണ്ട ചീത്തയാണ് വിളിച്ചത് ശരിയാക്കുമല്ലോ ചീത്ത വിളി എന്താ ഞങ്ങൾക്ക് കാര്യം പറയാൻ ഒക്കത്തില്ല അവനൊക്കെ ചീത്ത വിളിക്കാം സുബ്രഹ്മണ്യം ചീത്ത വിളിച്ച ആർക്കും പറയണ്ട ഞങ്ങൾ എന്റെ വീട്ടിലാണ് ഞാൻ